അമേരിക്കൻ സുപ്രീം കോടതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള താരിഫുകൾ റദ്ദാക്കി. ഈ വിധി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് സർ ബെനിഫിറ്റ് ചെയ്യുന്നത്? പക്ഷെ ഇതിൽ നമ്മളൊരു കാര്യം ഓർമ്മിക്കണം. നമുക്ക് പ്രസിഡന്റ് ട്രംപിന് എന്താണ് ഈ ടാരിഫിനെ പറ്റിയിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ അടി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഇതൊരു എമർജൻസി പവേഴ്സിൽ ഉപയോഗിക്കാനുള്ള ഒരു ഒരു പർട്ടിക്കുലർ ടാരിഫായിരുന്നു. ടാരിഫാണ് നമ്മുടെ അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും, ഒരു ടാരിഫ് എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പൊ അതിൽ പ്രസിഡന്റ് ട്രംപ് ഈ എമർജൻസി പവർ എന്നുള്ളത് എടുത്തിട്ട് എല്ലാ ദേശത്തിനും മേലും ടാരിഫ് അടിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് അവിടത്തുള്ള കുറെ അമേരിക്കൻ കമ്പനികൾ, അതേമാതിരി അവിടുത്തെ കുറെ NGOs എല്ലാം കൂടി സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തു. അവരുടെ സുപ്രീം കോടതി ചാലഞ്ച് ചെയ്തപ്പോഴാണ് അവിടുത്തെ സുപ്രീം കോടതി ഒരു 3-4 മാസത്തെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ എമർജൻസി പവർ എമർജൻസിക്ക് ഉപയോഗിക്കാനാണ്, എപ്പോഴും ഉപയോഗിക്കാറുള്ളതല്ല. സോ ദിസ് ഇസ് ഇല്ലീഗൽ. നിങ്ങൾക്ക് പവേഴ്സ് വേണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് പവേഴ്സ് കിട്ടേണ്ടവർ. അമേരിക്കൻ കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പാർലമെന്റാണ്. നിങ്ങൾക്ക് ആ പാർലമെന്റ് വേണം നിങ്ങൾക്ക് പവർ കിട്ടാൻ. നിങ്ങൾക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല പവർ. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് കാരണമാണ് ഈ പർട്ടിക്കുലർ ഈ പറഞ്ഞ മാതിരി ടാരിഫ് പ്രസിഡന്റ് ട്രംപ് എത്ര കാലമായിട്ട് അടിച്ചിരുന്ന ടാരിഫിന് ഒരു നീക്കിയത്. പക്ഷേ പ്രസിഡന്റ് ട്രംപിന് വേറെ കുറെ പവേഴ്സ് ഉണ്ട് ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള. അതിലൊന്ന് എനിമി നേഷൻസ് എന്ന് പറയും, അവരുടെ മേലെ ഇപ്പൊ റഷ്യ ഉണ്ട്, ചൈനയുണ്ട്, അവർ നേരെ വേണമെങ്കിൽ സ്പെഷ്യൽ ടാരിഫ് അടിക്കാം. പക്ഷെ അതും കുറച്ച് കാലത്തേക്കേ പറ്റും. ഇപ്പൊ ഈ 10% എന്ന് പറഞ്ഞ ടാരിഫ് ഉണ്ടല്ലോ, ഇത് 150 ദിവസത്തിനുള്ളിൽ ഇത് അമേരിക്കൻ കോൺഗ്രസ് അപ്രൂവ് ചെയ്യണം. ആലോചിച്ചു, ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതും ലാപ്സ് ആവും. അപ്പൊ ഒരു പ്രശ്നം വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന ഈ ടാരിഫ് ഡീൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അതിന്റെ എന്താവും? നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തത് 18% വെച്ചിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 50 അതിൽ 25 റഷ്യൻ ഓയിലിന്റെ ആയിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ 25 ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് 25 കേട്ടോ, ഇന്നലെ വരെ. എല്ലാവരും പറഞ്ഞു 18 ആയിട്ടില്ല. നമ്മൾ സൈൻ ചെയ്യുന്ന ദിവസമാണ് 18 ആവുക. ഇപ്പൊ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അല്ലെ? ഏപ്രിലാണ് സൈൻ ചെയ്യുക. ഏപ്രിലിൽ സൈൻ ചെയ്യാം. ആ 18 പോയി, ഇപ്പൊ 10 അപ്പൊ നമ്മളിനി അമേരിക്കക്ക് എന്തെങ്കിലും ഫേവേഴ്സ് ചെയ്യണമെന്ന് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ കുറെ ഡിസ്കഷൻ കേട്ടു അതിനെ പറ്റി. അപ്പൊ അതിൽ പറയുന്ന പറയുന്നത് നമ്മൾ ഇനി നെഗോഷിയേറ്റ് ചെയ്ത് തുടങ്ങും. ഇനി 18 ഇനി 10 തൊട്ട് നമുക്ക് വർത്തമാനം പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും നിങ്ങൾ ആക്സസ് തരണം നിങ്ങളുടെ മാർക്കറ്റിലേക്ക്. ഞങ്ങളുടെ 10% എന്നുള്ളത് ഇനി അത് നിങ്ങൾ വേണമെങ്കിൽ 5% കുറച്ച്, നിങ്ങളുടെയും റെസിപ്രോക്കൽ ടാരിഫ് ഞങ്ങൾ 5% കുറയ്ക്കാം. നിങ്ങളുടെ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ 50% ചാർജ് ചെയ്താൽ നിങ്ങളും ഞങ്ങൾക്ക് 50% ചാർജ് ചെയ്തോളാം. പക്ഷെ അതേസമയം ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ്, ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കയറ്റി അയക്കുകയാണെങ്കിൽ അതിന് 5% ഞങ്ങൾ ചാർജ് ചെയ്യുള്ളൂ. നിങ്ങൾ അതേമാതിരി 5% ചാർജ് ചെയ്യണം. അത് ആ നെഗോസിയേഷൻസ് ആണ് ഇപ്പൊ നടക്കുന്നത്. തിങ്കളാഴ്ച നമ്മുടെ ഇവിടുന്ന് ഒരു ടീം USA പോകുന്നുണ്ട് ഇതിന്റെ ഫൈനൽ സ്റ്റേജസ് നെഗോഷിയേറ്റ് ചെയ്യാൻ. ആ ടീമിന്റെ അടുത്ത് എന്താ ബ്രീഫ് കൊടുത്തിട്ട് നമുക്ക് അറിഞ്ഞൂടാ പീയൂഷ് ഗോയൽ എന്താ പറഞ്ഞേക്കണേ. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ 18 ഗെയിം മാറി, ഇപ്പൊ 10. ഈ 10 വെച്ച് വേണം ഇനി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആ 10% ഇനി ക്രൂഷ്യൽ ആവാൻ പോകുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത് ഇനി ട്രംപ് കാർഡൊന്നും ഇല്ല, എല്ലാം ട്രംപ് കഴിഞ്ഞു. ഇനി കളിക്കേണ്ടത് നേരെ കളിക്കും. തുടങ്ങി വെച്ചത് ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ റീസൺ എന്തായിരുന്നു? ട്രംപിനൊരു ഫീലിംഗ് ഉണ്ട്, എല്ലാ രാഷ്ട്രങ്ങളും കൂടി അമേരിക്കയെ പറ്റിച്ചു, കുറെ കാലമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക വലിയൊരു മാർക്കറ്റാണ്, 30 ട്രില്യൺ ഡോളർ മാർക്കറ്റാണ്. അതിന് നാച്ചുറലി ആ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ എല്ലാവരും നോക്കും. അല്ല ആർക്കും നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല. യൂറോപ്പ് ആയാലും ഇന്ത്യ ആയാലും ഈ പറഞ്ഞ ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും മെക്സിക്കോ, ഇവരെല്ലാവരും ആ മാർക്കറ്റിലേക്ക് കടക്കാൻ നോക്കും. അവർ ആ മാർക്കറ്റിൽ അവിടെ പോയി സാധനങ്ങൾ വിൽക്കാൻ നോക്കും. പക്ഷേ പ്രോബ്ലം എവിടെ വരുന്നതെന്ന് അമേരിക്ക പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ അണ്ടർ കട്ട് ചെയ്യണം. ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു കാറിന്റെ പകുതി വിലയ്ക്ക് ചൈന അവിടെ കൊണ്ടുവന്ന് വിൽക്കണം. അതിന് കാരണങ്ങൾ കുറെ ഉണ്ട്. ഒന്ന്, ചൈനീസ് ഗവൺമെന്റ് കുറെ സബ്സിഡി കൊടുക്കും. പിന്നെ അവിടത്തെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയിൽ $10 ഒരു മണിക്കൂറാണെന്ന് വെച്ചോളൂ, ഒരു കണക്ക് വെക്കാം. നമുക്ക് അത്രയായിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ എക്സാക്ട് കോസ്റ്റ് വെച്ചാൽ. $10 ഒരു മണിക്കൂർ വെച്ചിട്ട് അമേരിക്കയിൽ നമ്മൾ അമേരിക്കൻ കമ്പനി അവിടുത്തെ ഒരു അമേരിക്കൻ വർക്കറിന് പേ ചെയ്യേണ്ടി വരും. നമ്മൾ പറയണ അല്ല, നിങ്ങളത് ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത്
$2 ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ. അപ്പം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ആർബിട്രാജ് മോഡലിൽ സർവീസ് സെക്ടറിൽ നമ്മൾ കളിക്കുന്നത്. ഇൻഫാക്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സർവീസ് സെക്ടറിൽ ടാരിഫ് ഇല്ല, അമേരിക്കയിൽ 0 ആണ്. അതേസമയത്ത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഹൈദരാബാദാണ് വാക്സിൻ ക്യാപിറ്റൽ ഇന്ത്യയുടെ, എവിടെ നിന്നാണ് കുറേ മരുന്നുകൾ കയറ്റി അയക്കുക. പിന്നെ ബാക്കി കുറച്ച് കമ്പനികൾ പൂനെയിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഡോക്ടർ റെഡ്ഡീസ് ആവട്ടെ, ഭാരത് ബയോടെക് ആവട്ടെ, ബയോളജിക്കൽ ആവട്ടെ, കുറേ കമ്പനികളുണ്ട്, നൊവാർട്ടിസ് ഉണ്ട്. ഇവിടുന്ന് അയക്കുന്ന മരുന്നുകൾ ജനറിക് മെഡിസിൻസ് ആണ്. അപ്പം അതിൻ്റെ ഈ പറഞ്ഞ മാതിരി കോസ്റ്റ് വളരെ കുറവായിരിക്കും. യൂറോപ്പിൽ നിന്ന് വരുന്ന മരുന്നിൻ്റെ 1/10 ഒക്കെ നമുക്ക് വിൽക്കാൻ പറ്റും കോസ്റ്റിൽ. അപ്പം അതിന് ടാരിഫ് ഇല്ല. പക്ഷേ അതേ സമയത്ത് സിമെന്റ്, അലൂമിനിയം, സ്റ്റീൽ ഇതിൻ്റെ മേലെ 50% ടാരിഫ്. അത് ഏത് രാഷ്ട്രം, അത് കാനഡ ആവട്ടെ, മെക്സിക്കോ ആവട്ടെ, ഭാരത് ദേശമാവട്ടെ, അല്ലെങ്കിൽ ഈവൻ ചൈന ആവട്ടെ, അതോ UK ആവട്ടെ, ആര് സിമെന്റോ സ്റ്റീലോ അലൂമിനിയം US എക്സ്പോർട്ട് ചെയ്താൽ അതിൻ്റെ മേലെ 50% നികുതി ഉണ്ടാവും. അതിപ്പോഴല്ല, കുറെ പഴയ റൂളാണ്. ഇപ്പൊ ട്രംപിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അദ്ദേഹം വിചാരിച്ച മാതിരിയുള്ള ഒരു എന്ന് വെച്ചാൽ അമേരിക്കനെ വെട്ടിക്കുന്നു എന്നുള്ളൊരു തോന്നലാണല്ലോ അദ്ദേഹം ടാരിഫ് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു സാമ്പത്തിക നയത്തിന്റെ ഒരു വലിയ തിരിച്ചടിയായില്ലേ ട്രംപിന്റെ? ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മെയിൻ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ല, അമേരിക്ക ചീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ടാരിഫ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഭാരത് ദേശത്തിന് മേലെ നമ്മുടെ 50%, അതിൽ 25 നമ്മൾ റഷ്യൻ ഓയിലും ബാക്കി 25 ജനറൽ ടാരിഫ് നമ്മുടെ മേലെ നികുതി വെച്ചു. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു എക്സാമ്പിൾ തരാം. അതിലേക്ക് ഇന്ത്യ എന്നൊരു ടീഷർട്ട് $10 ഉണ്ടാക്കി നമ്മൾ US അയക്കുന്നു. ഓക്കെ, അപ്പോൾ US പറയാണ് ഞങ്ങൾ അതിന് 50% ടാരിഫ് ഇടാൻ പോകുന്നു ടെക്സ്റ്റൈലിന്റെ മോഡൽ. ഓക്കെ, അപ്പോൾ എവിടുന്ന് പോകണം അങ്ങോട്ട് എത്തുമ്പോഴേക്കും അതിന് $15 ആവും. അതിൽ $1 ഷിപ്പിങ്ങിന്റെ കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ $16 ആവും. അവിടെ റിസീവ് ചെയ്യുന്ന ഇമ്പോർട്ടറോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു CNF ഏജന്റോ ഹോൾസെയിലർ $2 കൂടി ആഡ് ചെയ്യും. അവസാന റീറ്റെയിലർ, ഒരു വാൾമാർട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാതിരി കമ്പനികളാവട്ടെ, അവർ വേറൊരു $2. അപ്പോൾ ഫൈനലി എവിടുന്ന് $10 പോയ ടീഷർട്ട് അവിടെ എത്തുമ്പോൾ $20 ആവും. പക്ഷേ ഈ $20 $10 നമ്മൾ അവിടുന്ന് ചാർജ് ചെയ്തിട്ട് ബാക്കി $10 ആരാ കൊടുക്കുന്നത്? അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫൈനൽ പേയ്മെന്റ് കൊടുക്കുന്നത്. അയാൾ ഇവരെ എല്ലാവരും ഒന്നും വാങ്ങും കാശ്. പക്ഷെ ഇപ്പോ ആ $20 $10 മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ 10% ആയിക്കഴിഞ്ഞപ്പോൾ ആ ടാരിഫ് മൊത്തം കുറയും. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ, US സുപ്രീം കോടതി ഇതിലൊരു ഓപ്പൺ ഒരു ആൻസർ തന്നിട്ടില്ല. ഇതുവരെ കളക്ട് ചെയ്ത 150 ബില്യൺ എന്ന് പറയേണ്ടത്, 200 ബില്യൺ എന്ന് പറയേണ്ടത്, ഈ കാശ് തിരിച്ചു കൊടുക്കണം. അവരാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കുറെ ചെറിയ ചെറിയ കമ്പനികളാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ കെട്ടിയ ഈ നികുതി ഇല്ലീഗലാണ്, ഞങ്ങൾക്ക് ഈ കാശ് തിരിച്ചു തരാം. അത് ട്രംപ് പറയുന്നത് ഞാൻ അങ്ങനെ തരാൻ പോകുന്നു, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കോടതിയിൽ വെച്ച് കാണാം, അടുത്ത 5 കൊല്ലം നമുക്ക് കോടതി കയറി ഇറങ്ങാം. ഞാൻ ബിക്കോസ് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പാപ്പരാവും US ഗവൺമെന്റ് ഈ കൊല്ലത്തെ ഡെഫിസിറ്റ് വെച്ചിട്ട്. അല്ലെങ്കിൽ $39 ട്രില്യൺ അവർക്ക് ഡെറ്റ് ഉണ്ട്. ആലോചിച്ചേക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കാശ് തിരിച്ചു കെട്ടണം, ഇത് ഇല്ലീഗലായിരുന്നു, സുപ്രീം കോടതി തന്നെ ഇല്ലീഗൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക്, പക്ഷെ ഇത് ഡിറ്റക്ട് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ടെക്നോളജി ഉണ്ട് അവരുടെ കയ്യിൽ, അവർക്കറിയാം കസ്റ്റംസിൽ ആരാണ് നികുതി കെട്ടിയത്, അവർക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും ഇമ്മീഡിയറ്റ്. പക്ഷെ ചിയോയിൽ നമ്മൾ കണ്ടറിയാം. ഇതവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഡീലും യൂറോപ്യൻ യൂണിയൻ, ഇന്നിപ്പോൾ ഞാൻ ഒരു ന്യൂസ് ഒരു അരമണിക്കൂർ മുമ്പ് കേട്ടൊരു ന്യൂസാണ്. യൂറോപ്യൻ യൂണിയന്റെ ഒരു ടാരിഫ് വോട്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് തിങ്കളാഴ്ച നടന്നുകൊണ്ട്, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച നടന്നുകൊണ്ട് ഒരു ടാരിഫ് വോട്ട് നടക്കാൻ പോകുന്നുണ്ട്. ഈ ടാരിഫ് വോട്ടിന്റെ മെയിൻ ഇത് വോട്ടിംഗ് തിങ്കളാഴ്ച നടക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു യൂറോപ്യൻ യൂണിയൻ. അവർ പറയണേ ഞങ്ങളൊരു അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അവർക്കൊരു 5% അല്ലെങ്കിൽ 3% ഡ്യൂട്ടി ചാർജ് ചെയ്യാനാണ് കുറച്ച് പ്രോഡക്ട്സിന് ഡിസൈഡ് ചെയ്തത്. അതേസമയത്ത് യൂറോപ്പിന്റെ നേരെ അവർ ചാർജ് ചെയ്യാൻ പോകുന്നത് 10-12%. പക്ഷെ ഇപ്പൊ എല്ലാം 10 ആയില്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ യൂറോപ്പ് വരെ ഞങ്ങളെ ഇനിയും കുറയ്ക്കുന്നത്, നിങ്ങൾ അത്ര സൂഹിക്കേണ്ട, ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് 2% തരുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 5% ഒരു തരണം, ഡ്യൂട്ടി കുറയ്ക്കണം. ഇപ്പൊ ആ നെഗോസിയേഷൻസ് ആണ് തുടങ്ങാൻ പോകുന്നത്. ഈ സൈൻ ചെയ്ത അഗ്രിമെന്റ് എല്ലാം ഇപ്പൊ ഇൻവാലിഡ് ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പൊ 10% അടിച്ചത് അത് 150, അറ്റ്ലീസ്റ്റ് ഒരു 4 മാസത്തിനുള്ളിൽ 4-5 മാസത്തിനുള്ളിൽ അത് US കോൺഗ്രസ് പാസ് ചെയ്തില്ലെങ്കിൽ അതും പോകും. അത് മാത്രമല്ല, ഇതിനുള്ളിൽ ആരെങ്കിലും കോടതി കയറിയാൽ അവിടെ കോടതിയിൽ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ പരിപാടി നിർത്തും അതിൻ്റെ കൂടെ.
അപ്പോൾ ആ 10% ആ, ഉണ്ടാവില്ല. അതെ അതെ ട്രംപ് അതെ അതെ ശരിക്കും ഒരു പുലിവാല് പിടിച്ചു എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ മെയിൻ ശരിക്കും ലോജിക് പിടിച്ചു. എന്താ? മെയിൻ ലോജിക് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് പിടിച്ചെടുത്തു. പക്ഷെ കാശ് പിടിച്ചെടുത്ത് ആരെടുത്തുന്ന? അമേരിക്കൻ സിറ്റിസൺസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. അമേരിക്കൻ അതെ 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 അതെ. പിടിച്ചെടുത്തു. അല്ലാണ്ട് നമ്മൾ കെട്ടി. അമേരിക്ക, അതെ, അമേരിക്കൻസ് തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സാർ. അത് അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഈ കോടതി വിധി വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനെ മറികടക്കാനുള്ള വഴി ഞാൻ കാണും എന്നാണ് ട്രംപ് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രണ്ട് ജഡ്ജിമാരിൽ ഈ 6 പേര് അദ്ദേഹത്തിന് അഗേൻസ്റ്റ് പറഞ്ഞ ആൾക്കാരിൽ 2 പേര് അദ്ദേഹത്തിന്റെ തന്നെ നിയമിതരായിട്ടുള്ള 2 ജഡ്ജിമാരാണ്. നിയമിച്ച അപ്പോ ഈ അമേരിക്കൻ എന്നിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ US എന്ന് പറഞ്ഞ വലിയൊരു നേഷനും അതിന്റെ ഭരണാധികാരി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ത് പ്രതിച്ഛായയാണ് ആ US-നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതാണ് ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ്സ്. റിച്ചർഡ് നിക്സൺ വാട്ടർഗേറ്റ് സ്കാൻഡലിലുള്ള സമയത്ത് അപ്രൂവൽ റേറ്റിംഗിനെക്കാട്ടും കുറവാണ്. അപ്പോൾ ആലോചിച്ചു. ഇപ്പോൾ മിഡ് ടേം പോൾസ് വരാൻ പോവാണ് നവംബറിൽ. അതിലെങ്ങാൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ട്രംപ് തന്നെ പറഞ്ഞു എന്നെ ചിലപ്പോൾ ഇവർ ഇംപീച്ച് ചെയ്യും, പ്രസിഡൻസിൽ നിന്ന് മാറ്റും. അത് കാരണം നമുക്ക് ജയിച്ചേ പറ്റും. ആ സിറ്റുവേഷനിൽ ട്രംപ് ഇപ്പം എത്തിക്കഴിഞ്ഞു. അന്നേരം ഇതിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് ട്രംപിന്റെ ഒരു പൊളിറ്റിക്കൽ ലീനിങ് ഉണ്ടായിരുന്നല്ലോ, അത് പോയി. ട്രംപിന് അതെ. ഇപ്പോൾ അധികം പൊളിറ്റിക്കൽ ലീനിങ് ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ട് ഈവൻ വിത്തിൻ റിപ്പബ്ലിക്കൻസ് ട്രംപിന് അധികം സപ്പോർട്ട് ഇല്ല. ഇനി ഉം. അടുത്ത വരാൻ പോകുന്ന 2-3 മാസത്തിലായിരിക്കും ഇതിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ട്രംപിന് ഉം. ഇനി കാശ് തിരിച്ചു കൊടുക്കണമെന്ന് അതൊരു തലവേദന. അത് മാത്രമല്ല, ഇനി പുതിയ ടാരിഫ് അടിക്കണമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയ ഇഷ്യൂസ്. ബിക്കോസ് 2-3 ചട്ടങ്ങളിൽ മാത്രമേ ഇത് ഉള്ളൂ, ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഉള്ളൂ. അതും ഇല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് ടാരിഫ് കളക്ട് ചെയ്യാന്നാണ്. ഇതായിരിക്കും ആവാൻ പോണ ഏറ്റവും വലിയൊരു പ്രോബ്ലം ട്രംപിന്. പക്ഷെ ഭാരതത്തിന് നല്ലൊരു മൂവാണ്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷിൽ പറയുക ഒരു എൽബോ റൂം കിട്ടും. നമുക്ക് കുറച്ചുകൂടി സ്ഥലം കിട്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ, കുറച്ചുകൂടി സമയം കിട്ടും. നമ്മൾ കുറച്ചുകൂടി നെഗോഷിയേറ്റ് ചെയ്ത്, ഇനി 18 ഇല്ലല്ലോ, 10 തുടങ്ങാം നമുക്ക്. അത് 5 കുറയ്ക്കാൻ പറ്റും, 3 കുറയ്ക്കാൻ പറ്റും, നമ്മൾ നോക്കണം. നമ്മൾ അമേരിക്കയുടെ അടുത്ത് കമ്മിറ്റ് ചെയ്തത് നമ്മൾ $500 ബില്യൺ സാമഗ്രികൾ വാങ്ങാം അമേരിക്കയിൽ, 100 ബില്യൺ ഒരു കൊല്ലം വെച്ചിട്ട്. വി ഇന്റൻഡ് എന്നാ പറഞ്ഞു, അല്ലാണ്ട് വി വിൽ എന്ന് പറഞ്ഞൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നു. വാങ്ങിക്കാം, അങ്ങനെ ഒരു ഇതാണ് ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ 500 ബില്യൺ 100 ബില്യൺ ഓരോരോ കൊല്ലം. അതിൽ നമ്മൾ കുറെ ബോയിങ്ങിന്റെ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് ഓൾറെഡി. ഇൻഡിഗോ ആയാലും എയർ ഇന്ത്യ ആയാലും ആകാശ് എയർ ആയാലും. അത് മാത്രമല്ല നമ്മൾ മിലിറ്ററി എയർക്രാഫ്റ്റ്, മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ്, മിലിറ്ററി മിസൈൽസ് ഇതൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കവറപ്പ് ആയിക്കോളും. അത് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. 100 ബില്യനൊക്കെ അങ്ങനെ തന്നെ കവർ ആയിക്കോളും. പക്ഷെ ഈ പറഞ്ഞ മാതിരി ട്രംപിന് നമുക്ക് അവിടുത്തെ ഒരു ആക്സസ് എന്താ കിട്ടാൻ പോകുന്നത്, നമ്മുടെ കമ്പനികൾക്ക് US എന്തൊക്കെ ആക്സസ് കിട്ടും, അത് നമ്മൾ കണ്ടറിയണം. ബിക്കോസ് അതാണ് അതിന്റെ മെയിൻ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ആ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾ അവിടെ കൊണ്ട്, നമ്മുടെ അവിടുത്തെ സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കാൻ പറ്റും. അത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആയിരിക്കും, ജെംസ് ആൻഡ് ജ്വല്ലറി ആയിരിക്കും, ഷ്രിംസ്, നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന ഷ്രിംസ് ഉണ്ടല്ലോ, ചെമ്മീൻ. അതെ. അത് ചെമീൻ. ആ 2023-24 അങ്ങനെ നമ്മൾ കയറ്റി അയച്ചത് ഓൾമോസ്റ്റ് 64,000 കോടിയാണ് ഫിഷ്. അതില് വെറും ഷ്രിംസ് മാത്രം, ചെമ്മീൻ മാത്രം 45,000 കോടിയായിരുന്നു. ഓ. ആലോചിച്ചൊക്കെ അമൗണ്ട്, 45,000 കോടിയുടെ US മാത്രം. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഓപ്പൺ അപ്പ് ആവാൻ പോവാണ്. അപ്പൊ ഇനിയും ഓപ്പർച്യൂണിറ്റി കിട്ടും. അതാണ് ഈ അതെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ ഈ ഷ്രിംപ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മെക്കനൈസേഷൻ പ്രോസസ്സ് തുടങ്ങിയത്, ഫണ്ടിങ് അവർക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്കിനി ഇതിന്റെ ഓക്കെ. മെക്കനൈസേഷൻ ചെയ്യേണ്ട വരും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മാനുവൽ ആയിട്ടാണ് ഫിഷ് ഈ ഷ്രിംസിനെ സോർട്ട് ചെയ്യണത്, ക്ലീൻ ചെയ്യണത്. അത് മെക്കനൈസ് അതെ. ചെയ്യേണ്ട വരും, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ട വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുക. ടെക്സ്റ്റൈൽ സെക്ടർ, കീടെക്സ് മാതിരിയുള്ളത് വേൾഡ്സ് നമ്പർ 2 ഈ പറഞ്ഞ മാതിരി മാനുഫാക്ചർ ആണ്, ചിൽഡ്രൻസ് ഗാർമെന്റ്സ്, അണ്ടർ ഗാർമെന്റ്സ്. അവർക്കും പുതിയ പുതിയ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആയി പോവാണ്. സാബു ജേക്കബ് അതിനെ പറ്റി പറഞ്ഞിരുന്നു. നിങ്ങൾ US അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് തുടങ്ങും കടകൾ. ഇപ്പൊ നമ്മുടെ മെയിൻ 5 എക്സ്പോർട്സ്, ഒന്ന് ടെക്സ്റ്റൈൽസ്, ഷ്രിംസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, മെഷീനറി, ഫാർമസ്യൂട്ടിക്കൽ. ഫാർമസ്യൂട്ടിക്കൽസ്. ഈ 5 സെക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 5 സെക്ടേഴ്സ് ആണ് നമുക്ക് ഇനി പുഷ് ചെയ്യേണ്ട വരും. ഇനിയും നമ്മൾ പുതിയ പുതിയ സെക്ടേഴ്സ് ഓപ്പൺ അപ്പ് ചെയ്ത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ടെക്നോളജി US കൊണ്ട് വിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അവർ ടെക്നോളജി ഇസ് ഫാർ അഡ്വാൻസ്ഡ്, സംശയമില്ല. അവർ ഏറ്റവും വലിയ അഡ്വാൻസ്. അതാണ് മൈക്രോസോഫ്റ്റ് അവിടെയുള്ളത്, അതാണ് ഫേസ്ബുക്ക്, മെറ്റ അവിടെയുള്ളത്, എല്ലാ കമ്പനികളും, ആന്ത്രോപ്പിക് അവിടെയുണ്ട്, എല്ലാ വലിയ വലിയ കമ്പനി ഓപ്പണായി അവിടെയുണ്ട്. നമുക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ടെക്നോളജി, ഇപ്പൊ ഈ ഭാരത് മണ്ഡപത്തിൽ നടന്ന സമ്മിറ്റ്, AI സമ്മിറ്റ്, അതിലൊന്നും നമ്മൾ കണ്ടിരുന്നു കുറെ സ്പീക്കേഴ്സ്, ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് വന്നു. ഇന്ത്യയുടെ ഒരു ടാലന്റ് ഉണ്ട്.
അതെ അവർക്ക് ഓപ്പർച്യൂണിറ്റി വേണം. ആ അതെ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. അത് പ്രസിഡന്റ് ട്രംപിന് ശരിയാണ്, ഒരു തിരിച്ചടിയാണ്. പക്ഷേ നമ്മൾ ട്രംപിനെ കളിയാക്കാൻ പോകരുത്, വെറുതെ കളിയാക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് എനി ഡേ നമ്മൾ യു എസിന് കൂടെ നിൽക്കണം നല്ലത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ വേണമെങ്കിൽ ഒരു പ്രസ് നോട്ട് ഇറക്കും, പാടില്ല, അതാണ് ഇതാണ്, അത് ബൂർജുവാണ്, മുതലാളിയാണ്. ഈ പറഞ്ഞ അതെ മാതിരി ശ്രീനിവാസൻ പണ്ട് സിനിമയിൽ പറഞ്ഞില്ലേ, സന്ദേശം കണ്ട്, പോളണ്ടിനെ പറ്റി ഒരു അതെ വാക്ക് പറഞ്ഞു പോകാൻ, അതുമാതിരിയാണ് അമേരിക്കയെ പറ്റി ഒരു വാക്ക് നിങ്ങളോട് ആരും മിണ്ടാൻ പാടില്ല, അമേരിക്ക നമുക്ക് വേണ്ട, ഇതാണ്. പക്ഷെ നമ്മൾ യു എസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, നമുക്കും സെക്യൂരിറ്റി സിറ്റുവേഷൻ നോക്കും നമുക്ക് നല്ലത്.